മദ്യ ലോബിക്ക് വേണ്ടി നികുതി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ധനബിൽ പാസാക്കിയത് കേരള നിയമസഭാ ചരിത്രത്തിൽ ഒരു കറുത്ത ഏടായി മാറിയിരിക്കുകയാണ്. ഇതുവരെ ഇത്തരമൊരു ധനബിൽ കേരള നിയമസഭ പാസാക്കിയിട്ടില്ല. ബജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതോടൊപ്പം ധനബില്ലും അപ്രോപ്രിയേഷൻ ബില്ലുമെല്ലാം കൊണ്ടുവരുന്നത്. അത്തരമൊരു നിയമം നിർമ്മിക്കുമ്പോൾ സാധാരണഗതിയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പാലിച്ചില്ല. ഒറ്റ കാര്യമേ UDF സർക്കാർ നോക്കിയുള്ളൂ. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയെ തുടർന്ന് കോർപ്പറേറ്റുകളെയും മദ്യരാജാക്കന്മാരെയും സഹായിക്കാനുള്ള തീരുമാനം അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മദ്യനികുതി വെട്ടിക്കുറച്ചുകൊണ്ട് കോടികൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നത്. അതാവട്ടെ ബക്കാടി കമ്പനിക്ക് വേണ്ടിയാണ് താൻ. ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നവർ എക്സൈസ് വകുപ്പോ UDF കോൺഗ്രസ്സോ ചർച്ച ചെയ്തൊരു മദ്യനയം അംഗീകരിക്കുന്നതിന് മുമ്പ് മദ്യനികുതി വെട്ടിക്കുറക്കാനുള്ള ബജറ്റ് നിർദ്ദേശം അവതരിപ്പിക്കുകയും തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ നികുതി നിർദ്ദേശം ധനബില്ലിൽ ഉണ്ടാവില്ല എന്നായിരുന്നു കോൺഗ്രസ്സിലെ പല നേതാക്കളും കരുതിയത്. VM സുധീരൻ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ധനബില്ലിൽ മദ്യം കുറക്കുന്ന നടപടി സ്വീകരിക്കരുത് എന്നും അത്തരമൊരു പ്രപ്പോസൽ നികുതി നിർദ്ദേശത്തിൽ വന്നു കഴിഞ്ഞാൽ ബക്കാടി കമ്പനിക്ക് കോടതിയിൽ പോയാൽ മദ്യം ഇവിടെ ഒഴുക്കാൻ കഴിയുമെന്നുമുള്ള സത്യം തുറന്നു പറഞ്ഞിട്ട് പോലും UDF സർക്കാർ ധനബിൽ പാസാക്കി എന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നൊരു നടപടിയാണ്. ഇവിടെയാണ് എത്ര കിട്ടി എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു വരുന്നത്. വലിയ തുക ലഭിക്കാതെ ഇത്തരമൊരു നടപടി സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിക്കില്ല. പോലീസിൻ്റെ നേതൃത്വത്തിൽ തുഫാൻ ആഭ്യന്തരമന്ത്രിയും ഗുണ്ടകളുടെ നേതൃത്വത്തിൽ തുഫാൻ മുൻ KPCC പ്രസിഡൻറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലഹരിയെ തടയാൻ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം. ഗുണ്ടാരാജ് കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം. എറണാകുളത്തെ K. സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത ഗുണ്ടകളാണ് മുമ്പ് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് വേളയിലും മറ്റുമായി അക്രമം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഗുണ്ടകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കൽ തന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഗുണ്ടകളുടെ യോഗം വിളിച്ചു ചേർത്ത ആളാവട്ടെ ഗുണ്ട തലവനുമാണ്. അത് ലഹരിക്കെതിരായി ഗുണ്ടകളെ അണിനിരത്താനാണ് എന്ന് പറയുന്നതാണ് ഒരു തമാശ. അതുകൊണ്ട് ഈ രണ്ട് നടപടിയും കോൺഗ്രസ്സിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ്.